ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ ഡിഗ്രി വിദ്യാർത്ഥികൾ, അതായത് ഡിഗ്രി അഡ്മിഷൻ കാത്തിരിക്കുന്ന +2 കഴിഞ്ഞിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആദ്യം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചുമ്മാതാട്ടോ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടും. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് മറ്റ് ഒരു ചാനലുകളും ചെയ്യാത്ത, ഇപ്പോൾ നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ, മറ്റ് കാര്യങ്ങൾ, അതുപോലെ അലോട്ട്മെൻറ്റിൽ എങ്ങനെ നമുക്ക് റീസബ്മിറ്റ് ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ഇത്തരത്തിൽ അണിയറയിൽ നമ്മുടെ ടീം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യസമയങ്ങളിലെത്തും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൂടി പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു കോളേജിൻ്റെ ഫീസും, അതുപോലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ഇത്രയേറെ കോംപ്ലക്സിറ്റിയുള്ള ഒരു ഡിഗ്രി അഡ്മിഷൻ ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അറിയേണ്ടതായിട്ടുള്ള, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റുകളും ഞങ്ങൾ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഇപ്പോൾ പലരും കമൻറ്റുകൾ ചെയ്യുകയുണ്ടായി, അലോട്ട്മെൻറ്റ് കൊടുക്കാൻ വിട്ടുപോയി, അതുപോലെ തന്നെ സീറ്റ് കിട്ടിയില്ല അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നപ്പോൾ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് പലർക്കും കിട്ടിയില്ല. കിട്ടിയത് തന്നെ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ മാറാം. നിങ്ങൾ ഈ +1 കടന്നു വന്ന വിദ്യാർത്ഥികളല്ലേ. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ വരുന്നത് ശാശ്വതമല്ല, അതൊരു പക്ഷേ മാറിയേക്കാം എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. ഇനി കാലിക്കറ്റിൻ്റെയും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ, അത് അടുത്ത അലോട്ട്മെൻറ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഏകദേശം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ അലോട്ട്മെൻറ്റുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴും ഡിഗ്രി ഇൻഡെക്സ് മാർക്ക് അറിഞ്ഞുകൂടാതെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കെടുത്ത പലരുമുണ്ട് എന്ന് അറിയുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. കാരണം ഇൻഡെക്സ് മാർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എടുക്കുന്നത്, അതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ടീച്ചർമാരെല്ലാം പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, +1 10 വരെ പഠിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു, +1 ആണെങ്കിൽ അങ്ങനെ, +2 ആണെങ്കിൽ. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാകും, അതും കിട്ടാതെ വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ ആ ഒരു മാനസിക വിഷമം എനിക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെ എല്ലാവർക്കും അഡ്മിഷൻ ഉറപ്പാക്കുന്ന തരത്തിൽ, എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് പോസിബിളായൊരു കാര്യമല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സുകളിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ സൂചിപ്പിച്ച പോലെ, ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ പുതിയ കോഴ്സുകൾ ഓരോ വർഷവും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അതിലുൾപ്പെടെ പുതിയ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ കോഴ്സുകളിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കി തരാനുള്ള ചില സ്ട്രാറ്റജികളാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വയ്ക്കുക. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ലെങ്കിൽ പോലും MG യൂണിവേഴ്സിറ്റിക്കാരെ വിഷമിക്കേണ്ട ആവശ്യമില്ല, അടുത്ത അലോട്ട്മെൻറ്റിൽ വരും. ഇനി നിങ്ങൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഒരു കട്ട് ഓഫ് ഉണ്ടല്ലോ, ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്, അത് നിങ്ങളൊന്ന് പരിശോധിക്കുക. അത് വെച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെ നിങ്ങൾ പരിശോധിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ MGക്ക് ആയാലും കേരളയ്ക്കായാലും കാലിക്കറ്റിനായാലും ട്രയൽ അലോട്ട്മെൻറ്റിൽ വിളിച്ച ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എത്രത്തോളം വിളിക്കുമെന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻഡെക്സ് മാർക്ക് വെച്ച് നിങ്ങളുടെ കോളേജുകളിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ കൊടുത്ത കോളേജുകളിൽ, നിങ്ങൾ ആ അലോട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുള്ള ആ കോളേജ് ലിസ്റ്റിൽ കഴിഞ്ഞ വർഷം നിങ്ങളുടെ അതേ കോഴ്സിനും അഡ്മിഷൻ കിട്ടിയ ഓരോ ഫേസിനും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് ട്രയൽ അലോട്ട്മെൻറ്റ് വിട്ടേക്കുക, ഓരോ കോഴ്സിലും അഡ്മിഷൻ കിട്ടിയവരുടെ ആ ഒരു ഇൻഡെക്സ് കട്ട് ഓഫ് കൂടി എടുക്കുക. ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാധ്യത, നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ ഒരു പക്ഷേ കിട്ടിയേക്കാം എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി അലോട്ട്മെൻറ്റ് ഡേറ്റുകൾ, കൃത്യമായ അപ്ഡേറ്റുകളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇനി അടുത്തൊരു വീഡിയോ കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഫീസ് സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മുടെ കോളേജുകളിൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളിൽ എങ്ങനെയൊക്കെയാണ് ഫീസ് ആകുന്നത്, അതിൻ്റെ ബ്രേക്കപ്പ് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. ടാറ്റ.